ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം. തത്സമയ ദൃശ്യങ്ങളിലേക്ക്. समय होता है जिसमें आप जनता की अपेक्षाएं उनके महत्वपूर्ण मुद्दों को उठाते हैं, सरकार की जवाबदेही होती है। कई मंत्रालय विभागों के अंदर आपके हुए उठायों से मंत्रालय विभाग में जवाब देते होती है। और मुझे कई मान्य सदस्यों ने कहा कि प्रश्नकाल बहुत मुश्किल से उनका आता है और आपका व्यवहार जिस तरीके से रहता है ये सदन की गरिमा के अनुकूल नहीं है। माननीय सदस्यगणों, आप इतनी पुरानी राजनीतिक दल के संसद सदस्य हो, मान्य हो, जिनका बहुत बड़ा योगदान इस सदन के अंदर मर्यादा और गरिमा के रहा है, लेकिन आप जिस राजनीतिक दल के सदस्य हो वो राजनीतिक दल के लोग देखेंगे आप किस तरीके से सदन में व्यवहार करते हैं, तख्तियां लेकर आते हैं, नारेबाजी करते हैं, मेजे ठोकते हैं। ये सदन की गरिमा के अनुकूल नहीं है। मैं आपसे फिर आग्रह कर रहा हूं कि संसद की मर्यादा गरिमा को बनाए रखो। दुनिया का सबसे बड़ा लोकतंत्र है और लोकतंत्र के अंदर हमारी पारदर्शिता जवाबदेही दुनिया जानती है। हम जिस तरीके का व्यवहार करेंगे, आचरण करेंगे देश की लोकतांत्रिक संस्थाओं में, उसका क्या संदेश जाएगा। माननीय वेणुगोपाल जी, आप इनको ये सिखाते हो क्या? नारेबाजी करना, तख्तियां लेकर आना, मेज थपथपाना, ये आपकी पार्टी के संस्कार नहीं रहे। लेकिन जो नई पीढ़ी जिस तरीके के संस्कार कर रही है वो सारा देश देख रहा है। किस तरीके से जनता के करोड़ों रुपए खर्च संसद में होते हैं। मैं पुनः आपसे आग्रह करता हूं, आप सब मानिए, लाखों लोगों ने आपको चुनकर भेजा है लोगों की अपेक्षाएं आकांक्षाओं को उठाने के लिए, तख्तियां लेकर मेजे खोदने के लिए नहीं भेजा है। मैंने पुनः आपसे आग्रह किया है, आप अपने अपने आसन पर जाएं। प्रश्नकाल के बाद नियमों के तहत आपको हर मुद्दे विषय पर बोलने दिया जाएगा। मैं फिर दे रहा हूं, तख्तियां लेकर आने पर सदन नहीं चलेगा। आप या तो सीट पर जाएं, नहीं तो सदन की कार्रवाई आज 2 बजे तक के लिए स्थगित की जाती है। വിവരങ്ങളുമായി ആന്റണി ചേരുന്നുണ്ട്. ആന്റണി, കഴിഞ്ഞ ദിവസവും ലോക്സഭയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. ഇന്നും പ്രതിപക്ഷ പ്രതിഷേധം ഉയരുകയാണ്. ബീഹാറിലെ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ടാണ് പ്രതിപക്ഷ എംപിമാർ നിലവിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുന്നത്. വിശദാംശങ്ങൾ. തീർച്ചയായും വർഷകാല സമ്മേളനത്തിന്റെ 4ാമത്തെ ദിവസമാണ് ഇന്ന്. ഈ 4ാമത്തെ ദിവസവും ഇപ്പോൾ തുടർച്ചയായി സഭാ സമ്മേളനം തടസ്സപ്പെടുകയാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായുള്ളത്. ആദ്യ ദിവസങ്ങളിൽ പഹൽഗാം ഭീകരാക്രമണം, ഓപ്പറേഷൻ സിന്ദൂർ എന്നീ വിഷയങ്ങൾ സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണം, ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രി മറുപടി പറയണം എന്നീ ആവശ്യങ്ങളായിരുന്നു പ്രതിപക്ഷം ഉന്നയിച്ചിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ബീഹാർ വിഷയം. ഇന്നലെ 56 ലക്ഷം വോട്ടർമാരെ ഈ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നീക്കിയിരുന്നു. അതിന് പിന്നാലെ ഇന്നലെ മുതൽ വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഈ പ്രതിപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് പാർലമെന്റിന് അകത്തും പുറത്തും നടക്കുന്നത്. ഈ വിഷയം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നുള്ളതാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. ആ ആവശ്യം പക്ഷേ സ്പീക്കർ അംഗീകരിച്ചില്ല. 11 മണിക്ക് ലോക്സഭാ നടപടികൾ ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിഷേധവുമായി പ്രതിപക്ഷം നടുത്തളത്തിലേക്ക് ഇറങ്ങി. മുദ്രാവാക്യം വിളികളും പ്ലക്കാർഡുകളുമായാണ് പ്രതിപക്ഷ എംപിമാർ എത്തിയത്. ഇന്നലെ കറുത്ത ഡ്രസ്സ് ധരിച്ചാണ് എത്തിയത്. ഇന്ന് അതുപോലെ തന്നെ വലിയ പ്രതിഷേധമാണ് പാർലമെന്റിന് അകത്ത് ഇന്ത്യ ബ്ലോക്ക് പ്രതിപക്ഷ അംഗങ്ങളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. അങ്ങനെ സഭ 2 മണിവരെ പിരിഞ്ഞിരിക്കുകയാണ്. രാജ്യസഭയിലും സമാനമായി തന്നെ പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധം തുടരുകയാണ്. ഒരുപക്ഷെ രാജ്യസഭയും നടപടികൾ അല്പസമയത്തിനകം തന്നെ അവസാനിപ്പിച്ചേക്കും. ക്ഷമിക്കണം. ഈ പാർലമെന്റ് സമ്മേളനം തുടങ്ങുന്നതിന്
ക്ഷമിക്കണം, സമ്മേളനം തുടങ്ങുന്നതിന് മുന്നോടിയായി തന്നെ രാവിലെ ഇന്ത്യ സഖ്യത്തിലെ എംപിമാരുടെ നേതൃത്വത്തിൽ പാർലമെന്റിന്റെ പുറത്തും പ്രതിഷേധം സംഘടിപ്പിച്ചിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലും എംപിമാർ പാർലമെന്റിന്റെ പുറത്തെ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധിച്ചിരുന്നു. ഇന്നും ഇപ്പോൾ സോണിയാഗാന്ധി അടക്കമുള്ളവർ പങ്കെടുത്ത പ്രതിഷേധമാണ് പാർലമെന്റിന്റെ പുറത്ത് നടന്നത്. തീർച്ചയായും ലോക്സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. ബീഹാറിലെ വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം. ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്. Dr. B. Sivadasan have demanded discussion over the concerns arising out of a special intensive